ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ ഇൻഹെറിറ്റൻസ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ കഥാനായിക ഹന്നയുടെ ഹസ്ബൻഡ് ഡ്രൂ, ഇവരെ രണ്ടുപേരെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പോ ഡ്രൂ തന്റെ വൈഫിനെയും കൊണ്ട് ശതകോടീശ്വരനായ ബിസിനസ് ടൈക്കൂൺ ചാൾസ് അബർനതി അവന്റെ ഡാഡിയുടെ 75ാമത് പിറന്നാൾ ആഘോഷിക്കാൻ കുടുംബ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ വീട്ടിലെത്തുമ്പോ ഡ്രൂവിന്റെ മറ്റു സഹോദരങ്ങള് വളരെ നേരത്തെ തന്നെ എത്തിയിരുന്നു. ചാൾസ് അബർനതിക്ക് മൊത്തം 4 മക്കളാണ്. ചാൾസ് ജൂനിയർ, CJ എന്ന് വിളിക്കാം. പിന്നെ മൂത്ത സഹോദരി മാഡ്ലിൻ. ഈ CJയും മാഡ്ലിനും ഇരട്ട സഹോദരങ്ങളാണ്. അവരെപ്പോഴും ഒരുമിച്ചായിരിക്കും. പിന്നെ ഡ്രൂ, അവസാനം ക്യാമി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ക്യാമി മാത്രമാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും അധികം ഫ്രീഡം അനുഭവിക്കുന്നത്. അവളൊരിക്കലും ഡാഡിയുടെ സ്വത്തിന്റെയോ പണത്തിന്റെയോ പിറകെയല്ല. സ്വന്തമായ ഒരു ബിസിനസ്സും ബ്രാൻഡും പ്രൊമോഷനും ഒക്കെ ആയിട്ട് ലൈഫ് വളരെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ CJയും മാഡ്ലിനുമാണ് ഡാഡിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മാനേജ് ചെയ്യുന്നത്. പിന്നെ ഡ്രൂവും ഹന്നയും അബർനതി ഫാമിലിയിലെ ചാരിറ്റിയും ഈ ഡൊണേഷൻ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അവര് രണ്ടുപേരുമാണ്. ഇപ്പോ ബർത്ത്ഡേ പാർട്ടിക്ക് ഹന്ന വന്നിരിക്കുന്നത് കാണുമ്പോ അത് മാഡ്ലിനും CJയ്ക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. ഡ്രൂ, നീ ശരിക്ക് ഡാഡിയുടെ ഇൻവിറ്റേഷൻ ശരിക്ക് വായിച്ചില്ല എന്ന് തോന്നുന്നു. ഡാഡി പ്രത്യേകം പറഞ്ഞതല്ലേ പുറത്തുനിന്ന് ആരും വരാൻ പാടില്ലെന്ന്. അവരങ്ങനെ പരസ്പരം കുറ്റവും കുറവൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഡാഡിയുടെ സെക്യൂരിറ്റി ഹെഡ് മൈൽസ് അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. എന്നാ അവര് 4 പേരും വീടിനകത്തേക്ക് ചെന്നപ്പോഴോ അകത്ത് ബർത്ത്ഡേ പാർട്ടിയുടെ യാതൊരു അലങ്കാരങ്ങളോ ആ വീട്ടിലെ സ്റ്റാഫോ ഒന്നും തന്നെ ഇല്ല. അല്ല, ഈ ജോലിക്കാരൊക്കെ ഇതെവിടെ പോയി? അതിന് മൈൽസ് പറയും, സ്റ്റാഫിനെയൊക്കെ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് ഡാഡി പറഞ്ഞയച്ചിരിക്കുക. അതിന്റെ കാരണം നിങ്ങൾ ഡാഡിയോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഒരു അരമണിക്കൂർ കഴിഞ്ഞാല് നിങ്ങളെ കാണാൻ വരും. ഒരല്പസമയം കഴിഞ്ഞ് ചാൾസ് അബർനതി തന്റെ മക്കളെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പക്ഷേ കൂട്ടത്തിലെ ഹന്നയെ കണ്ട് പുള്ളിക്കാരൻ ആകെ അങ്ങ് സർപ്രൈസ് ആയി. ഇൻവിറ്റേഷനില് പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിന്റെ മക്കളല്ലാതെ മറ്റാരും തന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പാടില്ലാന്ന്. ഇപ്പോ ഹന്ന വളരെ നന്നായിട്ട് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നുണ്ട്. ചാൾസ്, ഇന്ന് നിങ്ങളുടെ 75ാമത് ബർത്ത്ഡേ ആണ്. അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം വന്നതാണ്. മാത്രമല്ല ഹന്നയും ഡ്രൂയും ചേർന്ന് ഡാഡിക്ക് എന്തൊരു സർപ്രൈസ് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഡാഡിയുടെ ബർത്ത്ഡേ ആണ്, പക്ഷേ ആഘോഷങ്ങളില്ല. പിന്നെ എന്തിനായിരിക്കും ഡാഡി അവരെ ഈ കുടുംബ വീട്ടിലേക്ക് വിളിച്ചത്? അവരൊക്കെ ക്യൂരിയസ് ആയിട്ട് നിൽക്കുക. ഇപ്പോഴാണ് ഡാഡി അവരോടൊരു സത്യം തുറന്നു പറയുന്നത്. ഇന്ന് രാത്രി താൻ മരിക്കും. അർദ്ധരാത്രിക്ക് മുൻപ് താൻ കൊല്ലപ്പെടും. ഇത് കേട്ട് CJയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഡാഡി ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി നാടകം കളിക്കുകയാണോ? അതിന് ഡാഡി പറയും, ഞാനൊരു സെയിന്റ് അല്ല. നിങ്ങൾക്കറിയാലോ തനിക്ക് എത്രമാത്രം സമ്പത്തുണ്ടോ അത്ര തന്നെ ശത്രുക്കളും ഉണ്ട്. അപർണതി എന്നീ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ തെറ്റുകൾക്ക് പകരം താൻ ഇന്ന് കൊല്ലപ്പെടാൻ പോവാ. അപ്പോ ഇന്ന് രാത്രി തന്നെ സേവ് ചെയ്യേണ്ടത് തന്റെ മക്കളുടെ കടമയാണ്. എനിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെയും തന്നെ വിശ്വാസമില്ല. ഇന്ന് രാത്രി ഞാൻ കൊല്ലപ്പെടുവാണെങ്കിൽ തന്റെ സമ്പത്തെല്ലാം തന്നെ ചാരിറ്റിയിലേക്ക് പോകും. അതല്ല, നിങ്ങൾ എന്നെ മരിക്കാതെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് 4 പേർക്കും തുല്യമായിട്ട് വീതിക്കും. ഈ ഒരു കാര്യം കേട്ടതും അവര് 4 പേരാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഇപ്പോ ആ 4 മക്കളും വിചാരിക്കുന്നത് ഡാഡിക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, പ്രായമായില്ലേ, എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ വിളിച്ച് പറയാണെന്ന്. എന്നാ പുള്ളിക്കാരനാണെങ്കിൽ എല്ലാം തന്നെ തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീട് മൊത്തത്തില് സെക്യൂർ ചെയ്തിരിക്കുക. വിൻഡോസും ഡോർസും എല്ലാം തന്നെ സെക്യൂർ ചെയ്തിരിക്കുക. ആർക്കും തന്നെ പുറത്തുനിന്ന് അകത്തേക്ക് കടക്കാൻ കഴിയില്ല. ഇനി അകത്തുള്ളവർക്ക് പുറത്തേക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോ ഡാഡി പറയും, നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ മാത്രമേ പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ചാൾസ് അവസാനമായിട്ട് ഹന്നയോട് പറയും, നിനക്ക് ഇപ്പൊ തന്നെ മൈൽസിന്റെ കൂടെ തിരികെ പോവാം. തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അത് തന്റെ മക്കൾക്ക് മാത്രമാണ്. എന്നാൽ ഹന്ന മടങ്ങി പോവാൻ തയ്യാറാവില്ല. കാരണം ചാൾസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയണം. മാത്രമല്ല ഇന്ന് രാത്രി ഡാഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ താനൊന്നും ചെയ്തില്ല എന്ന കുറ്റബോധം ഹന്നയെ വേട്ടയാടാൻ പാടില്ല. അത് മാത്രമല്ലല്ലോ, ഹന്ന ഇപ്പോ ഡ്രൂവിന്റെ വൈഫാണ്. അവളും ഈ കുടുംബത്തിലെ അംഗമല്ലേ. അങ്ങനെ മൈൽസ് ആ വീടും ലോക്ക് ചെയ്ത് എന്നാ ശരി നാളെ രാവിലെ കാണാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എനിക്കറിയാം ഇന്ന് രാത്രി നിങ്ങൾ എന്ത് വില കൊടുത്തും എന്നെ സേവ് ചെയ്യുന്നു. ഡാഡി അങ്ങനെ ഒരു പേടിയുമില്ലാതെ തന്റെ സ്റ്റഡി റൂമിലേക്ക് പോകുന്നുണ്ട്. മറ്റ്5 പേരും ഒന്നും തന്നെ മനസ്സിലാവാതെ കിളി പോയിട്ട് നിൽക്കുക. ഇപ്പോ മാഡ്ലിനും CJയും ചിന്തിക്കുന്നത് ഡാഡിക്ക് ഒത്തിരി പ്രായമായി, അദ്ദേഹത്തിന്റെ മാനസിക നില ശരിയല്ല എന്നൊക്കെയാണ്. എന്നാ ഹന്ന പറയുന്നത് ചിലപ്പോ ഡാഡി പറയുന്നത് സത്യമാണെങ്കിലോ, ആരെങ്കിലും
ആരെങ്കിലും അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഈ വീടിനകത്ത് പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലോ? ഹന്ന പറയുന്നത് കേട്ട് ഡ്രൂ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഹന്ന പറയുന്നത് പോലെ കില്ലർ ഈ വീടിനകത്ത് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലോ നമുക്ക് ഈ വീട് മുഴുവൻ തെരഞ്ഞു നോക്കാം. അങ്ങനെ ഡ്രൂവും ഹന്നയും ക്യാമിയും ചേർന്ന് ആ വീട് മുഴുവൻ തെരയാൻ തീരുമാനിക്കുകയാണ്. ക്യാമി അങ്ങനെ വൈൻ ബോട്ടിൽ എടുക്കാനായിട്ട് താഴെ ബേസ്മെന്റിലെത്തി. അവൾ ആ ബോട്ടിൽ തെരയുന്ന നേരത്ത് ക്യാമിക്ക് ആ സെല്ലറിൽ താൻ തനിച്ചല്ല എന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ക്യാമി അങ്ങനെ ആ സെല്ലറിനുള്ളിലെ ശബ്ദങ്ങൾ കേട്ട് പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അതെന്താണെന്ന് അവൾക്ക് യാതൊരു പിടുത്തമില്ല. പക്ഷേ ആ ഇരുട്ടിലെ എന്തോന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവളാകെ ഭയന്നു പോയി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടിച്ചെന്നു. പക്ഷേ ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ടോ? ആരോ ബേസ്മെന്റ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവളങ്ങനെ എന്നെ രക്ഷിക്കുക, എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോഴേക്കും താഴെ നിന്ന് എന്തോന്ന് ക്യാമിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു നിഴല് നമുക്ക് കാണാം. ഇവളങ്ങനെ കരഞ്ഞ് ബഹളം വെക്കുന്ന ശബ്ദം കേട്ട് മൂത്ത സഹോദരനായ CJ അങ്ങോട്ട് ഓടി വന്ന് ബേസ്മെന്റിന്റെ ഡോർ തുറക്കുന്നുണ്ട്. ഈ ഡോർ ലോക്ക് ചെയ്തത് അത് ചേട്ടനാണെന്ന് കരുതി അവള് CJയെ ചീത്ത വിളിച്ചോണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഇത് കണ്ട് CJ ആകെ അമ്പരന്ന് നിൽക്കുക. ഇവളിതെന്ത് കണ്ടെങ്ങനെ പേടിക്കുന്നേ? ഈ ഒരു സമയം ഡ്രൂവും ഹന്നയും ഡാഡിയുടെ മുറിയിലെത്തി. ഡാഡി പ്ലീസ് ഞങ്ങളോട് പറ, സത്യത്തിൽ ഇവിടെ എന്തേ നടക്കുന്നേ? അപ്പോഴും ഡാഡി മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരു ബിസിനസ് ഡീലിന്റെ ഭാഗമായിട്ട് ഒരു ജീവൻ തന്നെ പണയം വെക്കേണ്ടി വന്നു. ഇതിൽ കൂടുതലൊന്നും തന്നെ ഡാഡി അവരോട് പറയുന്നില്ല. എന്ത് ബിസിനസ് ഡീലാണെന്ന് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറയുന്നില്ല. മറുവശത്ത് CJ ഗെയിം റൂമില് പൂൾ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന ഗ്ലാസ് അത് തനിയെ തട്ടിമറിഞ്ഞു വീണു. അതുകണ്ട് അവനൊക്കെ ഷോക്കായി. ആ ഗ്ലാസ് എടുത്ത് തിരികെ വെച്ച് CJ തിരിഞ്ഞു നോക്കുമ്പോ ആ പൂൾ ടേബിളിലെ ബോൾസ് എല്ലാം തന്നെ ആരോ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. ഇത് കണ്ടതോടുകൂടി CJ ആകെ തരിച്ചു നിന്നുപോയി. അവനല്ലാതെ മറ്റാരും തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ക്യാമി മൊബൈലില് തന്റെ വസ്ത്രത്തിന്റെ പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ക്യാമിക്ക് ആ സ്ക്രീനില് തന്റെ പിറകിലായിട്ട് എന്തോ ഒരു കറുത്ത രൂപത്തെ കാണാം. അവള് തിരിഞ്ഞു നോക്കിയെങ്കിലും ആ പൂളിനടുത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി തനിക്ക് തോന്നിയതാണോ? ക്യാമി അതത്ര കാര്യമാക്കി എടുക്കാതെ കുളത്തിനടുത്ത് ചെന്നിരുന്നു. പെട്ടെന്ന് എന്തോന്ന് അവളെ ആക്രമിച്ച് പൂളിലേക്ക് തള്ളിയിട്ടു. അവളെ എന്തോ ഒരു അമാനുഷിക ശക്തി വെള്ളത്തിലേക്ക് പിടിച്ച് വലിക്കുക. പിന്നീട് ക്യാമി ആ പൂളിനകത്ത് മരിച്ചു കിടക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇവിടെ മറ്റു രണ്ട് സഹോദരങ്ങള് ഈ ഒരു അപർണതി എംപയർ ഡാഡിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള സാധ്യതകളെ പറ്റി പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. എത്ര നാള് ഒരു അടിമയെ പോലെ ഡാഡിക്ക് വേണ്ടി ജോലി എടുക്കും? പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോ കിളി പോയൊരു അവസ്ഥയിലാണ്. ഇവര് രണ്ടുപേരും ഡാഡിയെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടാണ് ഡ്രൂവും ഹന്നയും ആ മുറിയിലേക്ക് വരുന്നത്. ഇപ്പോ ഈ വീട്ടിൽ എവിടെ തെരഞ്ഞു നോക്കിയിട്ടും ക്യാമിയെ കാണുന്നില്ല. ആ 4 പേരും അങ്ങനെ ക്യാമിയെ തെരഞ്ഞു നടക്കാൻ തുടങ്ങി. അവസാനം അവർ ആ ഞെട്ടിക്കുന്ന ഒരു സത്യം തിരിച്ചറിയാണ്. ക്യാമി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഡാഡിയെ കൊല്ലാൻ വന്നിരിക്കുന്നവരെ ക്യാമിയെ കൊലപ്പെടുത്തി. ഇത് കണ്ടതോടുകൂടി CJ മറ്റു 2 പേരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോ മാഡ്ലിനും CJയും ചിന്തിക്കുന്നത് ഇത് ചെയ്തത് ഡ്രൂവും ഹന്നയും ചേർന്നാണ്. ഡാഡിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ. അല്ലാതെ ഇതൊരു അപകട മരണമല്ല. ഡ്രൂനാണെങ്കിലേ ഇത്രയും ക്രൂരമായ ഒരു കാര്യം കേട്ട് നല്ലതുപോലെ ദേഷ്യം വന്നു. ഹന്ന എങ്ങനെയൊക്കെയോ അവര് 3 പേരെയും സമാധാനിപ്പിച്ച് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക. ഒരുപക്ഷെ ക്യാമിയെ ആരെങ്കിലും കൊന്നതാണെങ്കിൽ ആ കില്ലർ ഇപ്പോഴും ഈ വീടിനകത്ത് തന്നെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. അങ്ങനെ ക്യാമി കൊല്ലപ്പെട്ട കാര്യം അവര് ഡാഡിയെ അറിയിക്കുന്നു. ഒരു മകള് നഷ്ടപ്പെട്ട വേദനയോ ബുദ്ധിമുട്ടോ പുള്ളിക്കാരന്റെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നാളെ നേരം വെളുക്കാതെ ഡാഡി വീടിന്റെ ഡോറ് തുറക്കാനും തയ്യാറല്ല. ആരോ ഡാഡിയെ കൊല്ലാൻ ശ്രമിക്കാണ്. പക്ഷേ അങ്ങനെയാണെങ്കില് ഈ സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനൊക്കെ വേണ്ടാന്ന് വെച്ച് ഡാഡി ഒരു വീടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്നതിലെ ലോജിക്ക് അവർക്ക് 4 പേർക്ക് മനസ്സിലായില്ല. ഡാഡി അപ്പോഴും എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണം താനാണ്. നമ്മള് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയതുകൊണ്ട് തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ന് രാത്രി 12 മണിക്ക് മുന്നേ നമുക്ക് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നെ കൊല്ലാൻ നോക്കുന്നത് അതൊരിക്കലും ഒരു മനുഷ്യനല്ല, ഒരു ഈവിൾ സ്പിരിറ്റ് ആണ്, ഒരു പ്രേതമാണ്. ചാൾസ് അങ്ങനെ സത്യങ്ങളൊക്കെ മക്കളോട് തുറന്നു പറയാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ബിസിനസ് ഡീലിന് വേണ്ടി ഒരു ജീവൻ അയാൾക്ക് പണയം വെക്കേണ്ടി വന്നു. അതാണിപ്പോ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ക്യാമിയെ കൊലപ്പെടുത്തിയത് ഒരു ദുരാത്മാവാണെന്നാണ് ഡാഡി പറയുന്നത്. ഇപ്പോ ഡാഡി ഹന്നയ്ക്കൊരു ഓഫർ കൊടുക്കാണ്. എന്തായാലും ക്യാമി കൊല്ലപ്പെട്ടു. ഇപ്പോ ക്യാമിയുടെ സ്വത്ത് അത് നിനക്ക് സ്വന്തമാണ്. നീയും ഇപ്പോ അപർണതി കുടുംബത്തിലെ ഒരംഗമാണ്. ഇപ്പോ ഡാഡി മരിക്കാണ്ടിരിക്കേണ്ടത് അത് ഹന്നയുടെ കൂടെ കടമയാണ്. ഇത് കേട്ടതോടെ CJ
ഹന്നയ്ക്കും മാഡ്ലിനും ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ വയ്യ. ഇതൊക്കെ എന്ത് ഭ്രാന്താണ്? ഭൂതം, പ്രേതം, ദുരാത്മാവ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വത്ത് വേണമെങ്കിൽ നിങ്ങൾ എന്നെ സേവ് ചെയ്തേ പറ്റൂന്നും പറഞ്ഞ് ചാൾസ് തന്റെ സ്റ്റഡി റൂമിലേക്ക് പോയി. ഈ സമയം CJ ആ വീട്ടിൽ നിന്ന് പഴയൊരു ഗണ്ണ് കണ്ടെത്തി. അതിനകത്ത് വെറും 2 ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ CJയും മാഡ്ലിനും ചേർന്ന് മറ്റു 2 പേരെ കുറ്റപ്പെടുത്തി വഴക്കിടാൻ തുടങ്ങി. ഡാഡി പറയുന്നത് പോലെ ഇവിടെ ഒരു പ്രേതവുമില്ല, ഭൂതവുമില്ല. ക്യാമിയെ കൊന്നത് അത് നിങ്ങൾ 2 പേരും ചേർന്നല്ലേ സ്വത്ത് തട്ടിയെടുക്കാൻ. ഈ ഹന്ന ഒരു സാധാരണക്കാരിയാണ്. ഈ അബർനദി ഫാമിലിയുടെ അത്ര റിച്ച് ഒന്നല്ല. എന്നാലും ഡാഡി ഹന്നയുടെയും ഡ്രൂവിന്റെയും കല്യാണത്തിന് സമ്മതിച്ചു. ഈ ഒരു കാര്യം മാഡ്ലിനെ തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അവരങ്ങനെ പണത്തിന്റെ കണക്കും പറഞ്ഞ് വഴക്കിട്ടോണ്ടിരുന്നു. അതിന് ഹന്ന പറയും, നമ്മളിപ്പോ പരസ്പരം കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ഇപ്പോ മാഡ്ലിന് നല്ല ദേഷ്യം വന്നു. നിങ്ങൾ വേണമെങ്കിൽ അച്ഛനെ കൊല്ലാൻ നടക്കുന്ന പ്രേതത്തെ കണ്ടുപിടിക്കി, എന്നെ വിട്ടേക്ക്, ഞാൻ ഉറങ്ങാൻ പോവാണെന്നും പറഞ്ഞ് മാഡ്ലിൻ അവിടെ നിന്ന് പിണങ്ങിപ്പോയി. അങ്ങനെ ആ തർക്കവും ബഹളമൊക്കെ കഴിഞ്ഞ് ഡ്രൂവും ഹന്നയും ചേർന്ന് ക്യാമിയുടെ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്തു മാറ്റാനായിട്ട് പൂളിനടുത്തേക്ക് ചെന്നു. നോക്കുമ്പോഴേ ക്യാമിയുടെ ഡെഡ് ബോഡി അവിടെ കാണുന്നില്ല. ആരോ ആ ഡെഡ് ബോഡി അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോയിരിക്കുക. ഇത് കണ്ടതോടുകൂടി ഹന്ന ആകെ പേടിച്ചു പോയി. ഇത്രയും നേരം ഡാഡി പറയുന്ന ഒരു കാര്യങ്ങളും അവൾ വിശ്വസിച്ചിരുന്നില്ല. നമുക്ക് ഈ സ്വത്തും പണമൊന്നും വേണ്ട, നമുക്ക് 2 പേർക്കും നമ്മൾ മാത്രം മതി, നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ഹന്ന ആ വിൻഡോസ് ഒക്കെ അടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളെ കൊണ്ട് കഴിയുന്നില്ല. ഡ്രൂ അവളെ സമാധാനിപ്പിക്കുക, ഈ ഗ്ലാസ് ഒന്നും ബ്രേക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, പക്ഷേ പുറത്തേക്ക് കടക്കാൻ എനിക്കൊരു വഴി അറിയാം, നമുക്ക് നോക്കാം. ഇവിടെ മറുവശത്ത് മാഡ്ലിൻ ക്യാമിയുടെ മുറിയിലെ ആകെ സങ്കടപ്പെട്ടിരിക്കുക. പക്ഷേ മാഡ്ലിനെ ആ മുറിയിലെ താനല്ലാതെ മറ്റാരോ ഉള്ളതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവിടെ ചുമരിലുണ്ടായിരുന്ന ക്യാമിയുടെ ചിത്രത്തില് എന്തൊക്കെയോ മാറ്റങ്ങൾ കാണാം. ഈ നേരത്താണ് CJ ആ മുറിയിലേക്ക് വരുന്നത്. 2 പേരും ഹന്നയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ മാഡ്ലിന് ഹന്നയെ തീരെ ഇഷ്ടമല്ലാത്തത് അവള് കാശുകാരിയല്ല എന്ന കാരണം കൊണ്ട് മാത്രമല്ല, മാഡ്ലിനും വർഷങ്ങൾക്ക് മുൻപ് ഒരു പയ്യനുമായി പ്രണയത്തിലായി. ആ പയ്യനെ കല്യാണം കഴിക്കാൻ അവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവളുടെ ഡാഡി അതിന് സമ്മതിച്ചില്ല. പയ്യന് പണമില്ല, സ്റ്റാറ്റസ് ഇല്ല എന്നും പറഞ്ഞ് അന്ന് ആ ബന്ധത്തിന് തയ്യാറായില്ല. മാഡ്ലിന് തന്റെ പ്രണയം നഷ്ടപ്പെട്ടു. എന്നാ ഇപ്പോ ഡ്രൂ ഹന്നയുമായി പ്രണയത്തിലായി അവര് കല്യാണം കഴിച്ചു. ഈ ഒരു ദേഷ്യമാണ് അവൾക്ക് ഹന്നയോട് ഒരു വെറുപ്പായിട്ട് മാറിയത്. ഇപ്പോ ഈ സ്വത്തിന് വേണ്ടി ക്യാമിയെ കൊന്നതും അവരെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഹന്നയും ഡ്രൂവും ചേർന്നാണ്. ഇനി അടുത്തത് അവര് നമ്മളെ തീർക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പ്രശ്നം തീർക്കണം. ആ 2 സഹോദരങ്ങള് നായകനെയും നായികയും കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യാണ്. മറുവശത്ത് പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ട് ഡ്രൂ വൈഫിനെ ആന്റിക് റൂമിലേക്ക് കൊണ്ടുവരുന്നു. അവൻ ആ ആന്റിക് റൂമിലുണ്ടായിരുന്ന പെയിന്റിങ്സിനെ കുറിച്ചും സ്റ്റാറ്റ്യൂസിനെ കുറിച്ചൊക്കെ ഹന്നയോട് പറയുന്നുണ്ട്. ഈ വസ്തുക്കളെല്ലാം ശപിക്കപ്പെട്ടതാണെന്ന് ഡ്രൂവിന്റെ മമ്മി വിശ്വസിച്ചിരുന്നു. ഈ ശപിക്കപ്പെട്ട സാധനങ്ങള് എന്തെങ്കിലും ഒരിക്കല് അത് ഈ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് മമ്മി ഡാഡിയുമായിട്ട് നിരന്തരമായിട്ട് വഴക്കിട്ടിരുന്നു. ഇപ്പോ ആ ആന്റിക് റൂമില് ഒരു എലിവേറ്റർ ഡോർ ഉണ്ട്. അത് പുറത്തുനിന്ന് സാധനങ്ങള് ഈ മുറിയിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ഒരു പക്ഷേ അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാം. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ ഡോറിന്റെ ചങ്ങല ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഹന്ന ആ എലിവേറ്ററിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അവൾ അതിനകത്ത് സ്റ്റക്കായി പോയി. ഇതിപ്പോ പുറത്തേക്കും കടക്കാൻ പറ്റുന്നില്ല, അകത്തേക്കും കടക്കാൻ പറ്റാതായി. പക്ഷേ ആ ഇരുട്ടിലെ ഹന്ന എന്തിനെയോ കണ്ടിരുന്നു. എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാം. എന്തൊരു അമാനുഷിക ശക്തി അവൾ അതിനകത്ത് വെച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുക. ഡ്രൂ പെട്ടെന്ന് തന്നെ വൈഫിന് എലിവേറ്ററിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തി. എന്നാ തിരിഞ്ഞു നോക്കുമ്പോ ആ മുറിയിലുണ്ടായിരുന്ന പ്രതിമകളെല്ലാം തന്നെ അവർക്ക് നേരെ തിരിഞ്ഞ് അവരെ ആക്രമിക്കാനായിട്ട് നിൽക്കുക. പെട്ടെന്ന് തന്നെ പവർ പോയി ആകെ ഇരുട്ടായി. ആ മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പറന്നു തെറിച്ച് അവർക്ക് നേരെ വരാൻ തുടങ്ങി. 2 പേരും പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്തേക്ക് ഓടി. അവര് നോക്കുമ്പോ ആ ആന്റിക് റൂമിലെ ഒരു ചെകുത്താന്റെ രൂപത്തെ കാണാം. അത് അവരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴേക്കും ഹന്ന പെട്ടെന്ന് തന്നെ ആ മുറിയുടെ ഡോറ് ലോക്ക് ചെയ്യാണ്. അപ്പോഴും ആ വീടിന്റെ ചുമര് മുഴുവനും എന്തോ തട്ടുന്ന ശബ്ദം കേൾക്കാം. അതായത് അവരുടെ ഡാഡി നോക്കി എന്ന ശബ്ദങ്ങൾ കേൾക്കാം. അവർ ആ ശബ്ദങ്ങൾ കേട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവിടെയുള്ള വാൾട്ട് തുറന്നു കിടക്കുകയാണ്. ആ മുറിക്കകത്ത് ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ആ വാൾട്ടിന്റെ ഡോറ് ലോക്കായി. അത് മാഡ്ലിന്റെയും CJയുടെയും പണിയാണ് അവരെ കൊല്ലാനായിട്ട്. ആ വാൾട്ടിനകത്ത് ഓക്സിജൻ ലെവല് പതിയെ കുറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ വന്ന അതിനകത്തുള്ളവരെ ശ്വാസം കിട്ടാതെ മരിക്കും. അങ്ങനെ മാഡ്ലിനും CJയും അങ്ങനെ ആ ശല്യങ്ങള് തീർന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടക്കുന്ന നേരത്താണ് അവർക്ക് ചുമരിലെ ആരോ തട്ടുന്ന ശബ്ദം കേൾക്കാം. അവരുടെ ഡാഡി തട്ടി ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ.
പോലെ അവര് പേടിച്ചരണ്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ ചുമരില് ഒരു കറുത്ത നിഴല് കാണാം. പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് വാനിഷ് ആയി പോയി. എന്റെ കയ്യില് ഗണ്ണുണ്ട്, എനിക്കൊരു പ്രേതത്തെയും പേടിയില്ല, ഇല്ല ഇതൊന്നും സത്യമല്ലെന്നും പറഞ്ഞ് മാഡ്ലിൻ പതിയെ പതിയെ ആ ചുമരിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ കോറിഡോറിലെ താഴെ ആരുടെയോ കാൽപ്പാടുകൾ കാണാം. അടുത്ത നിമിഷം തന്നെ മാഡ്ലിൻ എയറിൽ അങ്ങനെ പറക്കാൻ തുടങ്ങി. എന്തോന്ന് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട് CJ അങ്ങനെ തരിച്ചു നിൽക്കുക. പെട്ടെന്ന് മാഡ്ലിനെ എന്തോന്ന് കാലി പിടിച്ച് വലിച്ച് താഴേക്കിട്ട് അവളെ അവിടെ നിന്ന് വലിച്ചോണ്ട് പോയി. പിന്നീട് അടുത്ത സീനില് മാഡ്ലിൻ ഞെട്ടി കണ്ണു തുറക്കുന്നത് ക്യാമിയുടെ റൂമിലാണ്. അവള് പേടിച്ചരണ്ട് ചുറ്റും നോക്കുമ്പോഴോ താഴെ ഫ്ലോറിലെ നനഞ്ഞ കാൽപ്പാടുകൾ കാണാം. അത് നേരെ പോയിരിക്കുന്നത് ആ മുറിയിലുണ്ടായിരുന്ന ക്യാമിയുടെ പെയിന്റിങ്ങിലേക്കാണ്. മാഡ്ലിൻ പതിയെ എണീറ്റ് ആ ചിത്രത്തിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പതേ ക്യാമിയുടെ തലയിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. പെട്ടെന്ന് ആ ചിത്രത്തിലുണ്ടായിരുന്ന ക്യാമിയുടെ പ്രേതം അവളെ ആക്രമിക്കുകയാണ്. മാഡ്ലിന്റെ വായിലേക്ക് ഒത്തിരി വെള്ളം വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രേതം അവളെ കൊല്ലാൻ ശ്രമിക്കുന്ന നേരത്താണ് CJ ആ മുറിയിലേക്ക് ഓടി വരുന്നത്. ക്യാമിയുടെ പ്രേതത്തെ കണ്ട് CJ ആകെ ഷോക്കായിട്ട് നിൽക്കാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. എന്റെ അടുത്തേക്ക് വരരുത് ക്യാമി, ഞാൻ ഷൂട്ട് ചെയ്യും. പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ ആ പ്രേതത്തെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. പക്ഷേ യഥാർത്ഥത്തിലെ ആ വെടിയേറ്റത് മാഡ്ലിന്റെ ദേഹത്താണ്. ക്യാമിയുടെ പ്രേതം അവിടെ നിന്ന് മറഞ്ഞുപോയി. CJ ഓടിച്ചെന്ന് സഹോദരിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനെ കൊണ്ട് ഒന്നും തന്നെ കഴിഞ്ഞില്ല. അവന്റെ ട്വിൻ സിസ്റ്റർ അവന്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു. ഇത് വിശ്വസിക്കാനാവാതെ CJ ആകെ തകർന്നിരിക്കുക. പെട്ടെന്ന് മുറിക്ക് വെളിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ആരോ അങ്ങോട്ട് നടന്നു വരുന്നത് പോലെ കാലച്ച കേൾക്കാം. അവൻ പതിയെ പതിയെ ചെന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒന്നിനെയും കാണുന്നില്ല. എന്നാ തിരിഞ്ഞ് താഴേക്ക് നോക്കുമ്പോ ഇപ്പോ അവിടെ മരിച്ചു കിടന്നിരുന്ന മാഡ്ലിന്റെ ഡെഡ് ബോഡി കാണുന്നില്ല. ഇത് കണ്ട് CJ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്. മറുവശത്ത് ഹന്നയും ഭർത്താവും ആ മുറിക്കകത്ത് ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് പുറത്തേക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഈ നേരത്താണ് CJ ആ വോൾട്ടിന്റെ ഡോറ് തുറക്കുന്നത്. തനിക്ക് തെറ്റുപറ്റിയെന്ന് അവന് മനസ്സിലായി. ഡാഡി പറഞ്ഞതൊക്കെ സത്യമാണ്. ക്യാമിയെ കൊന്നത് ഒരു ദുരാത്മാവാണെന്ന് CJക്ക് മനസ്സിലായി. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് അവിടെയുള്ള ലൈറ്റ് ഒക്കെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ചെന്ന് ഡാഡിയെ കാണ്, അയാളോട് ചോദിക്ക് ഇവിടെ എന്തൊക്കെയേ നടക്കുന്നെന്ന്. നമ്മുടെ സഹോദരിമാരെ കൊന്നത് എന്താണെന്ന് നിങ്ങൾ ചെന്ന് കണ്ടെത്ത്. എന്റെ ഈ ഗണ്ണില് ഒരു ബുള്ളറ്റേ ഉള്ളൂ. ഞാൻ ആ ദുരാത്മാവിനെ നശിപ്പിക്കാൻ പോവാ. ഇത് കേട്ട് ഡ്രൂ ഒത്തിരി അപ്സെറ്റായി. നീ എന്ത് ഭ്രാന്തേ ഈ പറയുന്നേ? CJ അവര് രണ്ടുപേരെ ചീത്ത പറഞ്ഞ് ഡാഡിയുടെ മുറിയിലേക്ക് ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും ഡാഡിയെ കാണാനായിട്ട് പോകുമ്പോ ആ ഒരു ദുരാത്മാവ് അവരുടെ രണ്ടുപേരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഫ്ലിക്കർ ചെയ്യുന്നു. പിന്നെ ആ ഇരുട്ടിലെ കണ്ണൊക്കെ തിളങ്ങി ഒരു രൂപത്തെ കാണാം. രണ്ടുപേർക്കും എങ്ങോട്ട് ഓടണമെന്ന് യാതൊരു പിടുത്തവുമില്ല. പെട്ടെന്ന് തന്നെ അവര് ഡാഡിയുടെ പഴയൊരു മുറിക്കകത്തേക്ക് ഓടിക്കേറി ഒളിച്ചിരുന്നു. ഈ സമയത്താണ് ഹന്ന ആ മുറിക്കകത്ത് ഒരു വെട്ടം കാണുന്നത്. ആ മുറിക്കകത്ത് മറ്റൊരു സീക്രട്ട് ഡോർ ഉണ്ടായിരുന്നു. അതൊരു കബോർഡ് വെച്ച് മറച്ചു വെച്ചിരിക്കുക. അവർ ആ സീക്രട്ട് ഡോർ തുറന്ന് അതിനകത്തേക്ക് ചെന്നു. ഡ്രൂ ആ മുറി കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കാണ്. അവൻ ജനിച്ചു വളർന്ന വീട്. പക്ഷേ ഈ വീടിനകത്ത് ഇങ്ങനൊരു മുറി അവൻ ഒരിക്കലും കണ്ടിരുന്നില്ല. അത് മാത്രമല്ല, അതൊരു സാധാരണ മുറിയായിരുന്നില്ല. ആ മുറിക്കകത്ത് സസ്പീഷ്യസ് ആയിട്ട് ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. രക്തം കൊണ്ട് വരച്ച സാത്താന്റെ സിംബല്, സാത്താന്റെ ശിലകള്, സ്പെൽ ബുക്ക്, അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒത്തിരി സാധനങ്ങള് ചാൾസ് ആ മുറിയിൽ സൂക്ഷിച്ചിരുന്നു. ഇവിടെ മറുവശത്ത് CJ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ പ്രേതത്തെ കൊല്ലാനായിട്ട് നടക്കുക. ഏത് പ്രേതത്തെ പിടിക്കാനായിട്ട് നടക്കുക. CJ മുന്നോട്ട് നടക്കും തോറും അവന് ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. പക്ഷേ ഒന്നിനെയും കാണുന്നില്ല. പെട്ടെന്ന് ക്യാമിയുടെ പ്രേതം അവന്റെ അടുത്തേക്ക് പാഞ്ഞൊരു വരവാണ്. അത് കണ്ട് പേടിച്ചു പോയ CJ കാല് തന്നെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീണു. അവൻ താഴെ കിടന്ന് ജീവന് വേണ്ടി പെടയുമ്പോ CJ പതിയെ മുകളിലേക്ക് നോക്കി. അവിടെ ക്യാമിയുടെ പ്രേതത്തെ കാണാം, മാഡ്ലിന്റെ പ്രേതത്തെ കാണാം. CJക്ക് ഇപ്പോ ഒന്ന് ഒച്ച വെച്ച് കരയാനോ ഒന്ന് അനങ്ങാനോ വയ്യ. മാഡ്ലിൻ പതിയെ പതിയെ അവന്റെ അടുത്തേക്ക് വന്നു. ഇപ്പോ മാഡ്ലിന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ദുരാത്മാവ് നമ്മുടെ CJയുടെ ബ്ലഡും ആത്മാവും ജീവനും അങ്ങനെ വലിച്ചെടുക്കാണ്. അങ്ങനെ CJയുടെ കാര്യത്തില് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ സമയം ഡ്രൂവും ഹന്നയും എങ്ങനെയൊക്കെയോ ആ പ്രേതത്തിന്റെ പിടിയിന്ന് രക്ഷപ്പെട്ട് ഒരു വിധത്തിലെ ഡാഡിയുടെ സ്റ്റഡി റൂമിലെത്തി. തന്റെ രണ്ടു മക്കള് കൊല്ലപ്പെട്ടതറിഞ്ഞിട്ട് പുള്ളിക്കാരന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും. ചാൾസ്, സത്യം പറ, നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? ഞങ്ങൾ ആ മുറിക്കകത്ത് കണ്ടത് അതെന്താ? ഇത് കേട്ടതോടെ ഡാഡി അവരോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്.
ഈ ചാൾസ് അപർണതിയുടെ ഡാഡി ഒത്തിരി റിച്ച് ആയിരുന്നു, വലിയ ബിസിനസ്സുകാരനായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ പെട്ടെന്നെല്ലാം തലകീഴായി മാറി. ബിസിനസ്സില് വലിയ നഷ്ടം വന്നു, എല്ലാം കൈവിട്ടു പോയി. സമ്പന്നതയിൽ വളർന്നു വന്ന ചാൾസിന് പിന്നീട് അങ്ങോട്ട് ദാരിദ്ര്യത്തില് കഷ്ടപ്പെടേണ്ടി വന്നു. അത് മാത്രമല്ല, മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ചാൾസിന്റെ ഡാഡി ആ കമ്പനിയിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു. ഇതറിഞ്ഞ മറ്റുള്ളവര് ആ കുടുംബത്തെ കളിയാക്കി, കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി. അങ്ങനെ ആ ഫാമിലി തന്നെ മൊത്തത്തില് നശിക്കാൻ തുടങ്ങി. അങ്ങനൊരു അവസ്ഥയില് ചാൾസ് അപർണതിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. തകർന്നടിഞ്ഞ ബിസിനസ്സും ബാങ്കിലെ കടങ്ങളും കാലിയായ ബാങ്ക് അക്കൗണ്ടും മാത്രമേ അന്ന് ആ കുടുംബത്തിന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനൊരു അവസ്ഥയിലാണ് ചാൾസ് സാത്താനെ ആരാധിക്കാനായിട്ട് തുടങ്ങിയത്. അത്യാഗ്രഹത്തിന്റെ ഡീമനായ മാമൻ എന്ന സാത്താനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതായത് അന്ന് ആ സാത്താന് ചാൾസ് തന്റെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഇന്നീ കാണുന്ന സമ്പത്ത് മുഴുവൻ ഉണ്ടായത്. ചാൾസിന് 75 വയസ്സാവുമ്പോ ആ ചെകുത്താൻ അയാളുടെ ജീവൻ എടുക്കും. ഇന്ന് അർദ്ധരാത്രിക്ക് മുൻപ് അത് നടക്കും. തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ചാൾസ് ഈ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. പക്ഷേ ചാൾസിന്റെ വൈഫിന്റെ മരണം അയാളുടെ മനസ്സ് തന്നെ മാറ്റിക്കളഞ്ഞു. അയാൾക്ക് മരിക്കാൻ പേടിയായി. ഈ സമ്പത്ത് മുഴുവൻ വിട്ടുകളഞ്ഞ് മരിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചാൾസ് ആ സാത്താനുമായി രണ്ടാമതും ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതായത് തന്റെ ജീവന് പകരം ചാൾസ് തന്റെ മക്കളുടെ ജീവൻ പണയം വെച്ചു. ചാൾസിന്റെ ബ്ലഡ് ലൈനിലെ എല്ലാവരെയും ആ സാത്താന് വേണം. എന്നാൽ മാത്രമേ ചാൾസിന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മക്കളെ ആ സാത്താന് സാക്രിഫൈസ് ചെയ്യാനാണ് ചാൾസ് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അല്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കാനല്ല. ഈ ഞെട്ടിക്കുന്ന കഥ കേട്ട് അവര് രണ്ടുപേരും അന്തം വിട്ട് തരിച്ചു നിൽക്കുക. ഡ്രൂവിനെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ വയ്യ. ചാൾസ് പിന്നെ ഒട്ടും തന്നെ മടിച്ചു നിന്നില്ല. മോനെ, നീ എന്റെ പ്രിയപ്പെട്ടവനായിരുന്നു എന്നും പറഞ്ഞ് ഒരു ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാണ്. ഡ്രൂ അവിടെ മരിച്ചു വീണു. ഇത് കണ്ട് ഹന്ന ആകെ തകർന്നു പോയി അലറി കരയുന്നുണ്ട്. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞതല്ലേ, നിന്റെ കാല് പിടിക്കുന്നത് പോലെ പല തവണ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് തിരിച്ചു പോവാൻ. എന്നിട്ടോ നീ അത് കേട്ടില്ല. ഇപ്പോ ഞാൻ എന്റെ മകനെ കൊല്ലുന്നത് നീ കണ്ടില്ലേ. ഇനി നിന്നെ മാത്രം എന്തിനാ ബാക്കി വെക്കുന്നെന്നും പറഞ്ഞ് ചാൾസ് നായികയെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഭാഗ്യത്തിന് ഹന്നയുടെ കയ്യിലാണ് വെടികൊണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഹന്ന കയ്യിൽ കിട്ടിയൊരു ബുക്ക് എടുത്ത് അയാളെ തല്ലി താഴേക്കിട്ട് ആ മുറിയിൽ നിന്ന് തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. തൊട്ടടുത്ത് മറ്റൊരു മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. ഡാഡി ആ മുറി മുഴുവനും അവളെ തെരഞ്ഞു നോക്കി ഹന്നയെ കാണാതാവുമ്പോ അയാൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. അപ്പോഴാണ് ഫ്ലോറിലെ രക്തക്കറ കാണുന്നത്. അപ്പോ ഹന്ന ആ മുറിയിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഡാഡി അവളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. മാഡ്ലിൻ പറഞ്ഞതുപോലെ നിന്നെ ഈ കുടുംബത്തിലേക്ക് കേറ്റാൻ പാടില്ലായിരുന്നു. നീ ഒരിക്കലും എന്റെ മകന് ചേർന്ന പെണ്ണല്ല. മൂപ്പരി കഥയും പറഞ്ഞ് വെറുപ്പിക്കുന്ന നേരം കൊണ്ട് തന്നെ ഹന്ന എങ്ങനെയൊക്കെയോ ആ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയിരുന്നു. അവള് നേരെ ചെന്ന് സീജയുടെ കയ്യിൽ നിന്ന് വീണുപോയ ആ ഗണ്ണെടുത്തു. അതിനകത്ത് ആകെ ഒരു ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. ഡാഡി അങ്ങനെ ഹന്നയെ തെരഞ്ഞ് താഴെ ഹാളിലെത്തി. അവിടെ തന്നെ നായിക ഒരു സോഫയ്ക്ക് താഴെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ഡാഡി ക്ലോക്കിലേക്ക് നോക്കി നിൽക്കുക. സമയം 12 മണി ആവാറായി. ആ ഡീമനുമായുള്ള ഉടമ്പടി തീർന്നു. 4 മക്കളെയും ബലി കൊടുത്തില്ലേ. ഓ, താൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് നിൽക്കുന്ന നേരത്താണ് പെട്ടെന്ന് ഹന്ന ആ ഗണ്ണെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പഴയൊരു ക്ലോക്കില്ലേ, അതങ്ങ് തട്ടിമറിഞ്ഞ് ഡാഡിയുടെ ദേഹത്തേക്ക് വീണു. അയാളെ കൊണ്ടിപ്പോ ഒന്ന് അനങ്ങാൻ പോലും വയ്യ. ചാൾസ് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. എനിക്ക് മരിക്കണ്ട, എനിക്ക് മരിക്കണ്ട, എന്നെ രക്ഷിക്ക്. നിനക്ക് ഞാൻ എന്റെ എല്ലാ പണവും സമ്പാദ്യവും തരാം. ഇന്ന് രാത്രി ഞാൻ മരിക്കുകയാണെങ്കിൽ നിനക്ക് ഒന്നും തന്നെ കിട്ടില്ല. അതിനെ ഹന്ന പറയും, ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒരു മണ്ണാങ്കട്ടയും വേണ്ടാന്ന്. ചാൾസ്, നിങ്ങളിപ്പോ മരിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇനി അധികം സമയമില്ല. ആ സാത്താൻ നിങ്ങളെയും കൊല്ലും. ഇത് കേട്ട് ചാൾസ് ആകെ ഷോക്കായി. നീ എന്തൊക്കെയാ പറയുന്നേ? ആ സാത്താൻ എന്തിനാ എന്നെ കൊല്ലണം? അവര് 4 പേരും മരിച്ചില്ലേ? അതിനെ ഹന്ന പറയും, ഇന്ന് രാവിലെ ഡ്രൂ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് മറ്റൊന്നുമല്ല, നിങ്ങളൊരു മുത്തശ്ശനാവാൻ പോവാണ്. അതെ, ഞാൻ പ്രഗ്നന്റ് ആണ്. ഞങ്ങൾക്കൊരു മകള് ജനിക്കാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അപർണതിയുടെ ബ്ലഡ് ലൈൻ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്നാ ശരി, ഹാപ്പി ബർത്ത്ഡേ ചാൾസ് എന്നും പറഞ്ഞ് അവൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഡാഡി അവിടെ കിടന്ന് നിലവിളിച്ച് കരയാ, ഹന്ന എന്നെ രക്ഷിക്ക്, പ്ലീസ് ഹെൽപ്പ് മീ. ഇപ്പോ നോക്കുമ്പോ ആ മുറിയിലെ 4 മക്കളുടെയും പ്രേതത്തെ കാണാം. പിന്നെ പറയണ്ടല്ലോ, തന്റെ ഇരയെ തേടി ആ സാത്താൻ അവിടെ എത്തി. പിന്നെ കേൾക്കുന്നത് ചാൾസിന്റെ നിലവിളിച്ചുള്ള കരച്ചില് മാത്രമാണ്. പിറ്റേന്ന് രാവിലെ മൈൽസ് ആ വീടിന്റെ ഡോറ് തുറക്കുമ്പോ രക്തത്തിൽ കുളിച്ച് ഹന്ന മാത്രം വീടിന് പുറത്തേക്ക് ഓടി. അയാൾ ചോദിക്കും, എന്തു പറ്റി, ബാക്കിയുള്ളവരെവിടെ? അതിനെ ഹന്ന എല്ലാവരും മരിച്ചെന്ന് പറഞ്ഞ് നേരെ ചെന്ന് കാറിലേക്ക് ഓടിക്കേറി ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക. ഈ ഒരു സീനോടെയാണ് ദ ഇൻഹെറിറ്റൻസ് എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.